പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ ഏറെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ കേരള സംസ്ഥാന കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ 2026-27 അധ്യയന വർഷത്തെ അലോട്ട്മെൻറ്റിന് ആവശ്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. നേരത്തെ തന്ന ഡേറ്റുകൾക്കൊക്കെ വിരുദ്ധമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് എത്ര വേണമെങ്കിലും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ മുമ്പിൽ വലിയ സാധ്യതകളാണ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠനം ആഗ്രഹിച്ച് നമ്മൾ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് ഒക്കെ എഴുതി എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ശേഷം നിങ്ങളുടെ മാർക്ക് ഒക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷം നിലവിൽ നമുക്ക് ഇനി ചെയ്യാനുള്ളത് അവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ വളരെ ചെറിയ മാർക്ക് മുതൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ലഭിച്ച ആളുകൾ വരെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്ര ഓപ്ഷൻ നൽകുന്നു, 1000-ഓളം ഓപ്ഷനുകൾ നൽകാനുള്ള അവസരം നമുക്കുണ്ട്. ഏകദേശം 55ഓളം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുണ്ട്. ആർക്കിടെക്ചറൊന്നും നമുക്കിതിൽ വരില്ല, കാരണം ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രത്യേകമായിട്ട് വേറെ തന്നെയാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫാർമസിയും ഇപ്പോൾ ഇതിൽ വരില്ല. എഞ്ചിനീയറിംഗിൻ്റെ മറ്റു ബ്രാഞ്ചുകളിലേക്കാണ് ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് നിങ്ങൾ കോളേജ് ശ്രദ്ധിക്കണം, പിന്നെ രണ്ടാമത് കോഴ്സ് ശ്രദ്ധിക്കണം, മൂന്നാമത് ഫീസ് ശ്രദ്ധിക്കണം. കാരണം ഇത് 3 വ്യത്യസ്തമായ രീതിയിലാണുള്ളത്. കാരണം നമുക്കിഷ്ടപ്പെട്ട കോളേജുകൾ ഡിസ്റ്റൻസ് നോക്കണം. നമ്മൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോളേജിൽ നമ്മൾക്ക് പോയി പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ. മറ്റൊന്ന്, നമുക്കിഷ്ടപ്പെട്ട കോഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് മാത്രം മതി, മറ്റൊരു കോഴ്സും വേണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് മാത്രം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കണം. അല്ല നിങ്ങൾ അതിൻ്റെ കൂടെ എന്നാൽ പിന്നെ കുഴപ്പമില്ല സിവിലും കൂടി കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ അത് പഠിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ ഫീസ്, ഈ കോളേജുകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഗവൺമെൻറ് കോളേജുകളുണ്ട്, ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജുകളിൽ ലോ ഫീസും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹൈ ഫീസും ഉണ്ട്. ഈ 2 ടൈപ്പുള്ള സീറ്റുകളുണ്ട്. ഈ കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് വേണമെങ്കിൽ കോളേജുകളെ 7ആയി തരംതിരിക്കാവുന്നതാണ്. 3 ടൈപ്പാണ്. ഒന്ന് ജി എന്ന് പറയപ്പെടുന്ന ഗവൺമെൻറ് എയ്ഡഡ് വിഭാഗത്തിന് ജി എന്ന് പറയും. എൻ എന്ന് പറയപ്പെടുന്ന ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് കോളേജ്. ഈ മൊത്തം കോളേജുകൾ നമുക്ക് 7ആയി തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണമസ് കോളേജുകൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇങ്ങനെയുള്ള കോളേജുകളുടെ എണ്ണം എന്ന് പറയപ്പെടുന്നത് ഗവൺമെൻറ് 9 കോളേജുകളാണ് ഗവൺമെൻറ്റിലുള്ളത്. എയ്ഡഡ് കോളേജ് ഒരെണ്ണം, അങ്ങനെ 10 ഗവൺമെൻറ് കോളേജുകളും പിന്നെ അതുപോലെ തന്നെ ഓട്ടോണമസ് കോളേജുകളായിട്ടുള്ള TKM-ഉം മാറത്തനീഷ്യസും, അങ്ങനെ 2 കോളേജുകൾ. അങ്ങനെ ടോട്ടൽ 12 കോളേജുകളാണ് ഈ ഭാഗത്തിൽ വരിക. രണ്ടാമത്തെ എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഉണ്ടാവുക. അതിൽ ഒരു കോളേജാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ KVASU, നമ്മുടെ കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന 4 കോളേജുകൾ. പിന്നെ കുഫോസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ കീഴിൽ വരുന്ന ഒരു കോളേജ്. IHRDയുടെ കീഴിൽ വരുന്ന പിന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളായിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് കൺട്രോൾഡ് ബൈ ദ യൂണിവേഴ്സിറ്റി, ഈ വിഭാഗത്തിൽ പെടുന്ന 5ാമത്തെ വിഭാഗം എന്ന് പറയപ്പെടുന്നത് IHRDക്ക് 10 കോളേജുണ്ട്, LBSന് 2 കോളേജുണ്ട്, KEPന് 2 കോളേജുണ്ട്, സെൽഫ് ഫിനാൻസിങ് കോളേജ് DMC കോപ്പറേറ്റീവിന് 1 കോളേജുണ്ട്, KSRTCക്ക് 1 കോളേജുണ്ട്. അതുപോലെ തന്നെ CPASന് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ CPASന് 1 കോളേജുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് 1 കോളേജുണ്ട്, കേരള യൂണിവേഴ്സിറ്റിക്ക് 1 കോളേജുണ്ട്. അങ്ങനെ മുഴുവൻ 32 കോളേജുകളാണ് ആ വിഭാഗത്തിൽ വരിക. പിന്നെ വരുന്നത് നമ്മുടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് അണ്ടർ കേരള സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിൽ വരുന്നതാണ്. അങ്ങനെ വരുന്നത് ഒന്ന് കാത്തലിക് പിന്നെ മാനേജ്മെൻറ്റ് അസോസിയേഷനും സെൽഫ് ഫിനാൻസിങ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷനും 2-2 കാത്തലിക് കോളേജിൻ്റെ അസോസിയേഷൻ്റെ കീഴിൽ 7 സെൽഫ് ഫിനാൻസിങ് കോളേജ്, അവരുടെ 7 ഓട്ടോണമസ് കോളേജുകൾ, അങ്ങനെ 14 കോളേജുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിൽ വരുന്ന 73 കോളേജുകളും അവരുടെ 10 ഓട്ടോണമസ് കോളേജും കൂടി 83 കോളേജുകൾ. ടോട്ടൽ 141 കോളേജുകളിലേക്ക് നമുക്ക് ഓപ്ഷൻ സമർപ്പിക്കാൻ സാധിക്കും. അവസാനത്തെ റാങ്ക് ലിസ്റ്റൊക്കെ നമ്മുടെ പിന്നെ വെബ്സൈറ്റിലുണ്ട്, ലാസ്റ്റ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാവണം ഏതൊക്കെ കോളേജ്, എത്ര ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ 25,000 റാങ്കുള്ള ഒരു കുട്ടിക്ക് വേണമെങ്കിൽ CETയിൽ കൊടുക്കാം. നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുക. അല്ലാതെ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് മാത്രമല്ല. നിങ്ങളുടെ പ്രിഫറൻസ് ഇപ്പോൾ 10,000 കുട്ടികളും CET സെലക്ട് ചെയ്തില്ല, നിങ്ങളുടെ റാങ്ക് 10,000 ആണെങ്കിൽ നിങ്ങളായിരിക്കും ആദ്യമായിട്ട് CETയിൽ കിട്ടുക. അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നൽകാൻ ആരും വിസമ്മതിക്കരുത്. കാരണം 1ാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ നമുക്ക് നൽകാൻ സാധിക്കില്ല. പുതിയ കോളേജുകൾ വന്നാൽ മാത്രമേ അവിടെ ഓപ്ഷൻ നമുക്ക് ചേർക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു,
6-ാം തീയതിയാണ് അവസാന തീയതി. 6-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ കൃത്യമായൊരു അസൈൻമെൻറ്റ് ചെയ്യുക. അസൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ജില്ലകൾ, ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഒരു കുട്ടി തിരുവനന്തപുരത്ത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് കിട്ടുന്നെങ്കിൽ തിരുവനന്തപുരത്ത് പഠിക്കേണ്ട നിർബന്ധമാണ്. തിരുവനന്തപുരത്ത് ഒരു കുട്ടി കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കണ്ണൂർ വന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് കോളേജ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, കോഴ്സ്. നിങ്ങൾക്ക് ഈ 55ഓളം കോഴ്സുകൾ, ചില കോഴ്സുകൾക്ക് മാത്രമാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാത്ത, ആർക്കിടെക്ചർ മറ്റും അങ്ങനെയുള്ള കോളേജ്. അപ്പോൾ ബാക്കിയുള്ള കോഴ്സുകൾ ഏതൊക്കെ കോഴ്സ്, ഇപ്പോൾ നമുക്കിഷ്ടപ്പെട്ട കോഴ്സുകൾ, മെക്കാനിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെക്കാനിക്കൽ പഠിക്കാൻ നിർബന്ധമാണ്, നമുക്കതാണ് കിട്ടുന്നതെങ്കിൽ. സിവിലാണെങ്കിൽ സിവിൽ പഠിക്കാൻ, ഇലക്ട്രിക്കലാണെങ്കിൽ ഇലക്ട്രിക്കൽ, അങ്ങനെ ഏത് കോഴ്സാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്ത കോളേജുകൾ ആ കോഴ്സുകൾ പഠിക്കാൻ നിർബന്ധമാകും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു സമയം ക്രമം എന്ന് പറയപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ഈ 6-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ ഓപ്ഷൻ വേണമെങ്കിൽ റീഅറേഞ്ച് ഒക്കെ ചെയ്യാനുള്ള സമയമുണ്ട്. 5-ാം തീയതി നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. 7-ാം തീയതിയാണ് താൽക്കാലികമായിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരണം നടത്തും. നമ്മുടെ 6-ാം തീയതി കഴിഞ്ഞ ശേഷം ഒരു ടെമ്പററി അലോട്ട്മെൻറ്റ്, ഏകദേശം ഒരു ധാരണ കിട്ടും. 8-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 8-ാം തീയതി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ 9-ാം തീയതി മുതൽ 12-ാം തീയതി വരെ, ജൂലൈ 12-ാം തീയതി വരെ വൈകുന്നേരം 4 മണി വരെ നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന പൈസ ഏകദേശം 10,000 രൂപയായിരിക്കും. അതിൽ നിങ്ങൾ നേരത്തെ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടച്ചിരിക്കുന്ന 2,000 രൂപ കുറച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റു സംവരണ വിഭാഗക്കാരാണെങ്കിൽ 500 രൂപയാണ് അടച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 9,500 ആയിരിക്കും നിങ്ങൾ അടക്കേണ്ടി വരിക. അല്ലെങ്കിൽ ഫീസ് പിന്നെ ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയ കുട്ടികളായിരിക്കും. എത്രയാണോ നിങ്ങളുടെ മെമ്മോയിൽ പറയുന്നത് ആ മെമ്മോയിൽ പറയുന്ന ഫീസ് അടച്ച് നിങ്ങൾ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യണം. 2-ാം ഘട്ടത്തിലാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോയിട്ട് കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട അവസരം വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൊടുത്ത ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. ഓരോ കോളേജിൻ്റെയും കോഴ്സുകൾ വ്യത്യസ്തമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക, നിങ്ങളുടെ റോൾ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ് അടിച്ച് OTP വരും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക്. ആ OTP വെച്ച് ഓരോ പ്രാവശ്യം OTP ചോദിക്കും. അപ്പോൾ മൊബൈൽ അടുത്ത് തന്നെ ഉണ്ടാവണം. ആ OTP വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഒരു 5 ഓപ്ഷന്, ഒരു 6 ഓപ്ഷൻ, 10 ഓപ്ഷനൊക്കെ കഴിയുമ്പോൾ സേവ് ചെയ്യുക. അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. പക്ഷേ ഇതിൽ ഇടയ്ക്ക് വെച്ച് കമ്പ്യൂട്ടറിൽ കറണ്ട് പോവുകയോ മറ്റൊരു കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്ക് ഇതാവാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു 5 10 ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാം ഈ ഇടതുവശത്തായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത് വലതുവശത്തേക്ക് മാറും. നിങ്ങൾ സെലക്ട് ചെയ്ത് അപ്പോൾ പ്രിഫറൻസ് 1 നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം CET-യിൽ കമ്പ്യൂട്ടർ സയൻസ് ആദ്യം കൊടുത്തു. പ്രിഫറൻസ് 2 CET-യിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ CET-യിലെ മെക്കാനിക്കൽ 2 കൊടുക്കുന്നു. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അതാണ് താല്പര്യം. നിങ്ങൾ ആദ്യം CET-യിൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുന്നു, രണ്ടാമത് TKM-ൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുന്നു, പിന്നെ മാറത്തനേഷ്യസിൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുന്നു, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുന്നു. ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന പല കോളേജുകളുടെയും ഫീസുകളിൽ വ്യത്യാസമുണ്ട്, കോഴ്സുകളുടെ ഫീസുകളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് SCT കോളേജ് തിരുവനന്തപുരത്താണെങ്കിൽ നിങ്ങൾ ഫീസ് ലോ ഫീസാണെങ്കിൽ അവിടെ 46,920 അവരുടെ ഹയസ്റ്റ് ഫീസ് 87,000 അവിടുത്തെ ഏതിൻ്റെ മെക്കാനിക്കൽ ഓട്ടോമൊബൈലിൻ്റെയും ബയോടെക്നോളജിയുടെയും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും കോഴ്സിൻ്റെ ഫീസ്. അതേസമയത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 46,920 പിന്നെ ലോ ഫീസിലും. പക്ഷേ നേരത്തെ പറഞ്ഞ മെറിറ്റ് ഫുൾ ഫീസ് സീറ്റിൽ വരുന്നത് 1,05,530. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടുത്തെ പിന്നെ ലോ ഫീസിലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും മെക്കാനിക്കലിൻ്റെയും സെയിം ഫീസാണ്. പക്ഷേ അതേ സമയത്ത് ഫുൾ ഫീസിൽ വ്യത്യാസമുണ്ട്. അവിടെ 87,000 ആണെങ്കിൽ ഇവിടെ 1,05,000. അപ്പോൾ ഫീസുകൾ വളരെ, നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ താഴത്ത് നിങ്ങളുടെ ഫീസ് കാണിക്കും. ആ ഫീസൊക്കെ നോക്കിയിട്ട് ആ ഫീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊടുക്കുക. കൃത്യമായ നോട്ടിഫിക്കേഷനിൽ ഫീസൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് മാത്രം നമ്മൾ പിന്നെ മുമ്പോട്ട് പോവുക. കോളേജുകളുടെ ലിസ്റ്റും കൃത്യമായി വിവരിച്ചിട്ടുണ്ട്, കോഴ്സുകളുടെ ലിസ്റ്റും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടേതായ ഒരു അസൈൻമെൻറ്റ് കൃത്യമായി പൂർത്തിയാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര വരെ ഓപ്ഷൻ കൊടുക്കാൻ നിങ്ങളുടെ ഏറ്റവും ടോപ്പ് ബാറിൽ കാണാം, അത്രയും ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ കോളേജിൽ പോകണം. അതിന് മേലെ കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയിരിക്കുന്നത് അതിന് താഴെ കൊടുത്തുള്ള ഒക്കെ മൊത്തം ഡിസപ്പിയർ ആവും. പിന്നെ മേലെ കൊടുത്തത് മാത്രമേ ബാക്കിയുണ്ടാവും. നിങ്ങൾ ആദ്യം കൊടുത്ത കോളേജ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ അവിടെ തന്നെ കിട്ടിയാൽ പിന്നെ അതിൻ്റെ താഴെയുള്ള മുഴുവനും നിങ്ങൾക്ക് ഒഴിവായി പോകും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കൊടുക്കേണ്ട വെബ്സൈറ്റ് അറിയാം, കീമിൻ്റെ വെബ്സൈറ്റിലാണ് പോകേണ്ടത്. എന്തെങ്കിലും പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ഹെൽപ്പ് ലൈനിൽ വിളിക്കാം. ഹെൽപ്പ് ലൈനിൻ്റെ നമ്പറും അവിടെ കൃത്യമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും
വെബ്സൈറ്റിൽ കയറുക, ഇന്ന് തന്നെ ഓപ്ഷൻ കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുക, എന്നിട്ട് ഫീസ് അടച്ച് ഓപ്ഷൻ കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ മറുപടി പറയുന്നതാണ്. താങ്ക്